ഓശാനയ്ക്കും ഈസ്റ്ററിനും കളർ മെഴുകുതിരി ത്രോണോസിൽ വയ്ക്കാമോ? ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഞാൻ റിഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഇന്നലെ മെഴുകുതിരി ത്രോണോസിൽ വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തപ്പോൾ ഒന്ന് രണ്ട് പേര് സംശയം ചോദിച്ചതിൽ രസകരമായൊരു സംശയമാണ്. ഇത് ഭാവിയിൽ ആവർത്തിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയാണ്. അഭ്യുന്നതരായ പിതാക്കന്മാരും വന്യരായ വൈദികരും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് ഉചിതമാണ് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ്. ഞാനിതിനെ കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: എനിക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായി പറയാൻ അറിയില്ല. ലൈറ്റഡ് ലാമ്പ്, ഫയർഡ് ലാമ്പ്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മാത്രമാണ് എനിക്ക് അറിയാവുന്നത്. പിന്നീട് അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇത് പല സ്ഥലങ്ങളിലും പല രീതിയിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ദ ഇമ്പോർട്ടൻസ് അതിൻ്റെ ആ ലൈറ്റഡ് പോർഷനാണ് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. എന്നാൽ പച്ച നിറം ഓശാനയ്ക്കും ചുവന്ന നിറം ഈസ്റ്ററിനും ദുഃഖവെള്ളിയാഴ്ച കറുത്ത നിറം ഒക്കെ കൊടുക്കുന്നത് എങ്ങനെയിരിക്കും എന്നുള്ള അഭിപ്രായമാണ് എന്നോട് ചോദിച്ചത്. അത് നല്ലതാണോ? എന്നോട് ചോദിച്ച വ്യക്തി നെഗറ്റീവ് ഒന്നുമല്ല ചോദിച്ചത്. അദ്ദേഹത്തിന് മനസ്സിൽ സംശയം ചോദിച്ചത് ഞാൻ ഓപ്പണായിട്ട് അത് അംഗീകരിക്കുന്നതുകൊണ്ട്, ഞാനത് കേൾക്കാൻ തയ്യാറുള്ളത് കൊണ്ട് അദ്ദേഹം എന്നോട് ചോദിച്ചതാണ്. ഞാൻ അതിന് മറുപടി ഇങ്ങനെയാണ് പറഞ്ഞത്: നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊരു തീരുമാനത്തെയോ ചോദ്യത്തെയോ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എന്നാൽ ശുശ്രൂഷകർ വെള്ളയ്ക്ക് പകരം പച്ചയോ കറുപ്പോ ചുവപ്പോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ കാരണം ശുശ്രൂഷകർ മാലാഖമാരാണ്. ആ ഒരു നിറം അവർ അതുകൊണ്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനിയും പരിശുദ്ധമാകുന്ന മെഴുകുതിരി അപ്പോസ്തോലന്മാരുടെ അടയാളമാണ്. മെഴുകുതിരി ത്രോണോസ് നമ്മൾ സിംബലൈസ് ചെയ്യുന്നത് അപ്പസൽസിനെയാണ്. അങ്ങനെ അപ്പസൽസിനെ സിംബലൈസ് ചെയ്യുമ്പം അവർ ശുഭ്രവസ്ത്രം ധരിച്ച് വിശുദ്ധിയോടെ നിൽക്കുന്നു എന്നുള്ള കൺസെപ്റ്റാണ് സഭയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ വേറൊരു നിറം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കൃത്യമായി ഇപ്പോഴുള്ള നിറം ഏതാണോ അത് വെള്ള നിറമാണ്. അത് ലൈറ്റഡ് ലാമ്പ് ആണെങ്കിലും ലൈറ്റഡ് ക്യാൻഡിലാണെങ്കിലും ഫയേർഡ് ക്യാൻഡിലാണെങ്കിലും ഒരു വെള്ള നിറം ആണ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അത് തന്നെ ആയിരിക്കും ഉചിതം എന്നുള്ള നിർദ്ദേശമാണ് എനിക്ക് നൽകിയത്. ഞാൻ വീണ്ടും ആവർത്തിച്ച അദ്ദേഹത്തോട് പറഞ്ഞത്, അച്ഛന്മാർ കറുത്ത കാപ്പായും ചുവന്ന കാപ്പായും വെള്ളക്കാപ്പായും ഒക്കെ ധരിക്കാറുണ്ട്. എത്രമാത്രം ശരിയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തുമില്ല. പണ്ട് ഞങ്ങളുടെയൊക്കെ ഇടവകയിൽ ആകെപ്പാടെ 2 കാപ്പായേ ഉള്ളായിരുന്നു. 2 കാപ്പയുള്ളത്. അന്ന് ദുഃഖവെള്ളിയാഴ്ച കറുത്ത ഒന്നും ഞങ്ങളുടെ പള്ളിയിൽ ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ അഭ്യുന്നതരായ പിതാക്കന്മാർ പറയാറുണ്ട്, മറ്റ് സഭകളിലൊക്കെ ചെല്ലുമ്പം അങ്ങനെ തന്നെ അവർ ചെയ്യുന്നത്, ഓരോ നിറം എംഫസൈസ് ചെയ്യാറുണ്ടോ എന്ന് പറഞ്ഞേക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പോഴത്തെ കാലഘട്ടം ആയപ്പം പൈസയ്ക്ക് വലിയ പ്രശ്നമില്ല. ഒരു കാപ്പ തയ്ക്കാൻ 10-15 രൂപയുടെ ചിലവേ ഉള്ളൂ. അല്ല, 1-ാം തരം കാപ്പ തയ്പ്പിക്കാനായിട്ട് പറ്റും. അപ്പം അതിനെ ബേസ് ചെയ്തുകൊണ്ട് സഭയുടെ വിശ്വാസത്തിൽ മെഴുകുതിരി പോലും അങ്ങനെയാക്കുക എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് വ്യക്തിഗതമായ യോജിപ്പില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ വീഡിയോ ചെയ്തു തുടങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞ പോലെ അഭ്യുന്നതരായ പിതാക്കന്മാരും വന്യരായ വൈദിക സഹോദരങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും അത് വേണ്ട എന്ന ഒരു തീരുമാനം സിമ്പിളായിട്ട് അത് കൈകാര്യം ചെയ്യാമെങ്കിൽ അതായിരിക്കും നല്ലത്. എനിക്കറിയില്ല ഈ സഹോദരൻ ഇത് ചോദിച്ചതിൻ്റെ കാരണം. അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോയപ്പോൾ നമ്മുടെ സഭയുടെ തന്നെ പള്ളികളിൽ അങ്ങനെ എന്തെങ്കിലും ക്യാൻഡിൽ കണ്ടിട്ടാണോ എന്നും എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഇല്ലാതിരിക്കുന്നതല്ലേ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പള്ളിയിൽ എന്തായാലും, ഞാൻ വികാരമായിട്ടിരിക്കുന്ന പള്ളികളിൽ എന്തായാലും അഭിയും തിരുമേനിമാരുടെ കൽപ്പന ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ആരാധനയാണ് പ്രധാനം. അവിടുത്തെ ക്യാൻഡിലിൻ്റെ ഫയേർഡ് അല്ലെങ്കിൽ ലൈറ്റഡ് പോർഷനാണ് എൻ്റെ പ്രാധാന്യം. അല്ലാതെ സ്റ്റാൻഡിനൊന്നുമില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ പള്ളിക്കകം മൊത്തം ഇനിയും പച്ച അടിക്കാനും ചുവപ്പടിക്കാനും ഒക്കെ പോകണം. അതിനൊന്നും ആവശ്യമില്ലെന്നേ. ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ പ്രാർത്ഥനയോടെ സംബന്ധിക്കാൻ, അതിൻ്റെ ഭക്തി നിലനിർത്തിക്കൊണ്ട് അതിൽ സംബന്ധിക്കാനൊക്കെ നമുക്ക് ഇടയായാൽ മതിയാകും. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട. എന്തിനാണ് ഹോശാന, എന്തിനാണ് വലിയ വെള്ളിയാഴ്ച, എന്തിനാണ് ദുഃഖ ശനിയാഴ്ച, എന്തിനാണ് പുനരുദ്ധാന ശുശ്രൂഷകൾ? ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിനെ അതാത് തലത്തിൽ ഉൾക്കൊള്ളുവാനാകട്ടെ. അതിൽ ഉപരിയായ എൻ്റെ മോഡിയിലൊന്നും വലിയ കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാപ്പ ഞാനും പച്ച ധരിക്കാറുണ്ട്, ചുമപ്പ് ധരിക്കാറുണ്ട്, പെസഹായിക്ക് വെള്ള ധരിക്കാറുണ്ട്, ദുഃഖ വെള്ളിയാഴ്ച അല്ലെങ്കിൽ വലിയ വെള്ളിയാഴ്ച കറുപ്പും ധരിക്കാറുണ്ട്.
അത് മെത്രാപ്പൊലീത്തന്മാരൊക്കെ ചെയ്ത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഒരു കറുത്ത കാപ്പ തയ്പ്പിച്ചത്. എൻ്റെതായി ഒരു കറുത്ത കാപ്പ തയ്പ്പിച്ചത് കഴിഞ്ഞ വർഷം മാത്രമാണ് ഒരു കറുത്ത കാപ്പ എൻ്റേതായി ഞാൻ തയ്പ്പിച്ചത്. അല്ലാതെ അതിന് മുമ്പ് ഞാൻ തയ്പ്പിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനൊരു വലിയ പ്രാധാന്യമില്ല. മറിച്ച് ആ ദിവസത്തെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് കഴിയട്ടെ. വിശ്വാസികളുടെ നിറം വെള്ളയാണ്. അതിന് കഴിവതും വെള്ള വസ്ത്രം ധരിച്ച് തന്നെ ഈ ശുശ്രൂഷകൾ ഭാഗവാക്കാകാൻ നമുക്ക് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ആന്തരികമായൊരു സുഖം നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ചെയ്യാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കാം. ഞാൻ അതുകൊണ്ട് എപ്പോഴും ആരുടെയും പേര് പറയില്ല, ഒരാളെയും ദുഃഖിപ്പിക്കാനോ ഒരാളെയും നാണം കെടുത്താനൊന്നും ഞാൻ ശ്രമിക്കില്ല. അതിൻ്റെ ആവശ്യമില്ല. ധൈര്യമായിട്ട് ആരുടെയും ചോദിക്കണമല്ലോ, അത് ചോദിക്കാൻ ഇടവരുത്തട്ടെ. മറ്റു വിഷയമായിട്ട് വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.